അനിമോൻ വിളിച്ചോ? മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ഗായത്രി ചോദിച്ചു. ആ അമ്മേ, ചേട്ടായി വിളിച്ചിരുന്നു. അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണെന്നാ പറഞ്ഞത്. കൂടിപ്പോയാൽ ഒരമണിക്കൂർ അവരിങ്ങെത്തും. എനിക്കും അവിടെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ ദേവു അവിടെ തനിച്ചല്ലേ. പിന്നെ അവൾക്ക് ക്ലാസ്സും ഉണ്ട്. അല്ലെങ്കിൽ മധുവേട്ടനെ വിട്ടേനെ അവളെ കൂട്ടാൻ. ഗായത്രി സങ്കടത്തോടെ പറയുന്നത് കേട്ട് ചക്കി അവരെ ചേർത്ത് വിളിച്ചു. അമ്മ വെറുതെ അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാനില്ലേ ഇവിടെ. ദേവേട്ടനെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഗായത്രി കുട്ടി സമാധാനത്തോടെ പോയിക്കോ. അവൾ ഗായത്രിയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. ചക്കി, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചോളണം. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഗായത്രി തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു. ആൻറ്റി വെറുതെ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെ ഞാനില്ലേ. ഇവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിങ്ങെത്തില്ലേ. അവിനാഷ് ഗായത്രിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. പറന്നു വരാൻ നീ ആര്, ഡിങ്കനോ? അവനെ കളിയാക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. എടാ വേണ്ട, ഞാൻ നിന്നെ ഓർത്തിട്ടില്ല. എൻ്റെ അനിയത്തിക്കുട്ടി ഓർത്തിട്ടാ അങ്ങനെ പറഞ്ഞത്. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? അപ്പൊ നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും അകത്ത്, ഞാൻ പുറത്തു അല്ലേ? ദേവൻ കുറച്ച് പിണക്കത്തോട് പറഞ്ഞു. ഓ, ഇനി അതിൻ്റെ പേര് പിണങ്ങണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാ. ഇനി ഇങ്ങനെ നിന്നാൽ ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും. നിങ്ങളെ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. വേഗം വരാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് ബാഗും എടുത്ത് പുറത്തേക്ക് പോയി. മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. അമ്മയും അച്ഛനും സമാധാനത്തോടെ പൊയ്ക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അനിയേട്ടനും ഉണ്ടല്ലോ, ചക്കി പറഞ്ഞു. എന്നാൽ ശരി മോനെ ദേവ, ഞങ്ങൾ ഇറങ്ങുക. പിന്നെ അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളണം. മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ഗായത്രി അവനെ നോക്കി പറഞ്ഞു. അവൻ അതിനൊന്ന് തലയാട്ടി. മോനെ സൂക്ഷിക്കണേ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വിളിക്കാം, മാധവൻ പറഞ്ഞു. അവർ രണ്ടുപേരും പുറത്തേക്ക് നടന്നു. ഒപ്പം ചക്കിയും. അവരെ യാത്രയാക്കിയിട്ട് അവൾ ദേവന്റെ അടുത്തേക്ക് ചെന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ദേവന് കഴിക്കാനുള്ള മരുന്നെടുക്കുകയായിരുന്നു ചക്കി. പെട്ടെന്ന് അവൾക്ക് മനം പുരട്ടൽ പോലെ തോന്നി. വേഗം തന്നെ അവൾ ബാത്റൂമിലേക്ക് ഓടി. അവൾ ഓടുന്നത് കണ്ട് എന്താണെന്നറിയാതെ ദേവൻ ബാത്റൂമിലേക്ക് നോക്കി കടന്നു. അവൻ അവളെ വിളിച്ചുവെങ്കിലും അവൾ വിളി കേട്ടില്ല. അവൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി. അവൾ വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവന് പേടി തോന്നി. അവിടെ നിന്നും അവൻ എഴുന്നേക്കാൻ തോന്നിയെങ്കിലും അത് പറ്റിയില്ല. അവൻ കട്ടിലിൽ കൈയൂന്നി എഴുന്നേൽക്കാൻ തുടങ്ങിയതും ബാത്റൂമിന്റെ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. അവളുടെ മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ടായിരുന്നു. ആകെ തളർന്നിരിക്കുകയായിരുന്നു. അവൾ അതൊന്നും വകവെക്കാതെ അവനുള്ള മരുന്നുമെടുത്ത് അവന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി ചക്കി? അവളുടെ മുഖം കണ്ട് അവൻ ആദിയോടെ ചോദിച്ചു. അത് ദേവേട്ട, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഇങ്ങനെ കടന്ന് വിൽക്കരുതെന്ന്. അവൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ദേവേട്ടൻ മരുന്ന് കഴിക്ക്. അവൾ വെള്ളവും ഗുളികയും അവന്റെ നേരെ നീട്ടി. അവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മരുന്ന് കഴിച്ചു. അവൾ എൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അതുമായി ടേബിളിനടുത്തേക്ക് നടന്നു. ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് ദേവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കിടത്താൻ നോക്കി. ഡി, നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചത് കേട്ടില്ലേ? നീ അത് നേരത്തെ ബാത്റൂമിലേക്ക് ഓടിയതെന്ന് അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അതൊന്നുമില്ല, സമയം ഒരുപാടായി. ദേവേട്ടൻ കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കുന്നതും എണീക്കുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ചത് നീ മറുപടി പറ. കള്ളം പറയാൻ നോക്കണ്ട. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ഇതിപ്പോ പറയണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലായിരുന്നു. ചക്കി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറയാൻ നോക്ക്. അത് ദേവേട്ട, എനിക്ക് അവൾക്ക് എങ്ങനെ പറയണമെന്നറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈയെടുത്ത് അവൾ വയറിന് മുകളിൽ കൈവച്ചു. അവൻ അവളെ നോക്കി ആണോ എന്ന് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അതിനവൾ അതേ എന്ന് തലയാട്ടി. നീ എന്താ ചക്കി ഇത് നേരത്തെ പറയാതെ ഇരുന്നത്? അവൻ അവളെ അരികിലിരുത്തിക്കൊണ്ട് ചോദിച്ചു. നീ ഇത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നേൽ അമ്മയെ ഞാൻ പറഞ്ഞു വിടില്ലായിരുന്നല്ലോ. നിനക്കറിയാവുന്നതല്ലേ ഇപ്പൊ നല്ല റെസ്റ്റ് വേണ്ട സമയമാണെന്ന്. എൻ്റെ ദേവേട്ട, ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഒന്നുമില്ലല്ലോ, ഞാനൊരു ഡോക്ടർ തന്നെയല്ലേ, അതും ഗൈനക്കോളജിസ്റ്റ്. ദേവേട്ടൻ ആ കാര്യം മറന്നുപോയോ? ദേവേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയാത്തതല്ലോ. അവൾ അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിനക്കറിയാലോ ഇനി അങ്ങോട്ട് 3 മാസം നല്ലതുപോലെ സൂക്ഷിക്കണമെന്ന്, ഭാരമുള്ള പണി ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. എന്നിട്ടാണോ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത്?
അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, ഞാനുള്ളപ്പോൾ ദേവേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ ദേവേട്ടൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നതിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഇതേ ദേവേട്ടനെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ, അവൾ അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് എൻ്റെ മോള് കരുതണ്ട. ഞാൻ നാളെ തന്നെ അനിയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിന്? എൻ്റെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളും, നിനക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരാവശ്യവും ഇല്ല. ഇതിൻ്റെ പേരിലെങ്ങാനും അനിയേട്ടനെ വിളിച്ചാൽ പിന്നെ ഞാൻ ദേവേട്ടോട് മിണ്ടില്ല, നമ്മുടെ മോനും മിണ്ടില്ല, അവൾ പിണക്കം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അത് മോനാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ? അതേലോ, ഇത് മോൻ തന്നെയാ, ദേവേട്ടനെ പോലെ നീലക്കണ്ണുകളുള്ള മോൻ തന്നെയാ. ഓഹോ, എന്നാൽ ഞാൻ പറയുക ഇത് മോളാണെന്ന്, നിന്നെ പോലെ നല്ലൊരു സുന്ദരി മോള്. നമുക്ക് നോക്കാം മോളാണോ മോനാണോ എന്ന്, അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കാം. എന്തായി രാഹുൽ കാര്യങ്ങൾ? അവൻ ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയി അർജുൻ. അവൻ്റെ ഫ്ലാറ്റിലുണ്ട്. അച്ഛനും അമ്മയൊക്കെ തിരികെ പോന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ അവിടെ ശിഖയും ഉണ്ട്. അവൻ ആ ഗ്ലാസ്സിലെ മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മാത്രമേ ഉള്ളൂ? വേറെ ആരും ഇല്ലേ അവിടെ? ഇല്ലേ അർജുൻ, അവൾ മാത്രമേ ഉള്ളൂ. നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നു രാഹുൽ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ അറിയും. നിനക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. അവിടെ നടക്കുന്നത് എന്തും ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ അറിയും. അതിനു വേണ്ടതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. നീയാണടാ എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൻ. നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അവളെ കിട്ടും. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അർജുൻ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവളെ ഞാൻ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരിക്കും. അവർ രണ്ടുപേരുടെയും ചിരികൾ അവിടെ മാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു.